ഇപ്പോൾ ക്രോണിക് ശ്വാസകോശ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പണ്ട് എല്ലാവരും ഈ ശ്വാസകോശ രോഗം എന്ന് കേട്ടിട്ടുണ്ടാവുക ടി ബി ഒക്കെ ആയിരിക്കും. അപ്പോൾ ടി ബി ഇപ്പോൾ ഒരുപാട് ഓൾമോസ്റ്റ് ഇങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള രോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊല്യൂഷൻ കൂടി കൂടി വരികയാണ്, അതേപോലെ അലർജിക് ഡിസീസസ് കൂടി കൂടി വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്വാസകോശ രോഗങ്ങളുടെ ബേർഡൻ നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ പണ്ടത്തെക്കാളും ഒരു ഡിഫറെൻറ്റ് പ്രൊഫൈലിലാണ് വരുന്നത്. ഇപ്പോൾ വരുന്നത് കൂടുതൽ ശ്വാസം മുട്ട്, അലർജി, ചുമ, പിന്നെ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്നോറിങ്, അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള ശ്വാസം മുട്ടലുകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടി കൂടി വരുന്നത്. വേറെ നമ്മുടെ പണ്ടത്തെ പോലത്തെ ഇൻഫെക്ഷൻ, ചുമ, കഫക്കെട്ട്, ഈ ടി ബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. COPD ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ആസ്മയൊക്കെ കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ, ചെറുപ്പത്തിലേ തന്നെ ആസ്മയുണ്ട് പക്ഷേ അത് അൺട്രീറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അവരും COPD ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ പൊല്യൂഷൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള നോൺ സ്മോക്കിംഗ് COPDs ഉണ്ട്, പൊല്യൂഷൻ അസോസിയേറ്റഡ് ആയിട്ട്. അതേപോലെ ബയോമാസ് എക്സ്പോഷർ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മേ ബി അധികം അടുപ്പൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല, പുകയുള്ള അടുപ്പുകൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ കൂടെ ഒരു റൂറൽ ഏരിയാസ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് ഇപ്പോഴും ബയോമാസ് യൂസ് കാരണമുള്ള, അതായത് കത്തിക്കുന്ന പുകയുള്ള അടുപ്പുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള COPD നല്ല എക്സസ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം ഇത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ചെറിയ രീതിയിൽ ലങ്സിൻ്റെ ഫങ്ഷൻ ഒന്ന് കുറയുമ്പോൾ ആ ലങ്ങിന് റിസർവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആ റിസർവ് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നും അതിൻ്റെ സിംറ്റംസ് ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ ചെറിയ ഏജിൽ ചിലപ്പോൾ ഇതിൻ്റെ ചെറിയ ചേഞ്ചസ് ഒക്കെ തുടങ്ങുന്നുണ്ടാവും. പക്ഷേ ഒരു ഏജ് കഴിയുമ്പോൾ 35, 40 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ലങ് ഫംഗ്ഷനും കൂടിയിട്ട് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. നോർമൽ ഏജ് റിലേറ്റഡ് ഡിക്ലൈനും കൂടി വരും. ഇത് രണ്ടും കൂടിയിട്ട് അഡീഷണൽ ആയിട്ട് വരുമ്പോഴേ ചിലപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. പതുക്കെ സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പൊക്കെ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൊക്കെ കൂടിയിട്ട് വരുമ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് പോകുന്നത് ഈ ലങ് റിസർവ് വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാവാം. രണ്ടാമത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചെറിയ കിതപ്പൊക്കെ ആൾക്കാർ ബോദർ ചെയ്യില്ല, പ്രായമാകുമ്പോൾ വരുന്നതാണെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ല. നമുക്കൊരു കിതപ്പ്, സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പൊന്നും വരേണ്ട ആവശ്യമില്ല. നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ എത്ര പ്രായമായാലും അത് നമ്മളുടെ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യണം. എൻ്റെ ഒപ്പം തന്നെ എൻ്റെ അതേ ഏജിലുള്ള ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് നടക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവർക്കും ഒരു അവയർനെസ് ഇല്ല, ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇതിന് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു തീർപ്പുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, PFT എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ടുള്ള നോൺ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ, വേറെ ഒന്നും ഉള്ളിലേക്ക് ഇടുക ഒന്നും വേണ്ട. എക്സ്റേ എടുക്കുന്ന പോലെ റേഡിയേഷനോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആഞ്ഞു ഊതിയിട്ട് ഒരു കൺസോളിൽ കൂടിയിട്ട് ടെസ്റ്റ് ചെയ്യണ ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയിട്ട് അവയർനെസ് വരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പ്രത്യേകിച്ച് നിങ്ങളൊരു സ്മോക്കറാണ്, അല്ലെങ്കിൽ പണ്ട് ഒരുപാട് പുകയായിട്ട് എക്സ്പോഷറുള്ള ജോലികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടമാനം ഈ ഫ്യൂവൽ എക്സ്പോഷർ, ഫ്യൂവൽ ബയോമാസ് എക്സ്പോഷർ, അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ട്രാഫിക് പോലീസുകാർ, അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് കണ്ടമാനം എക്സ്പോഷർ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും സിംറ്റംസ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ചെയ്യണം. അപ്പോൾ ഒരു ഏർലി സ്ക്രീനിങ് കൊണ്ട് നമുക്കിത് കുറച്ചും കൂടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ILD എന്ന് പറയുമ്പോൾ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്. നമ്മളുടെ ലങ്സിന് ശ്വാസക്കുഴലുകളുണ്ട്, പിന്നെ ഈ സ്പോഞ്ച് പോലത്തെ പാരൻകൈമ, ആ സ്പോഞ്ചിലാണ് നമ്മളുടെ ഓക്സിജൻ്റെ വലിച്ചെടുക്കുന്നതും അത് ബ്ലഡിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സംഗതി നടക്കുന്നത് കേട്ടോ. അപ്പം ആ സ്പോഞ്ചിൻ്റെയും ഈ കുഴലിൻ്റെയൊക്കെ ഇടയിലുള്ളൊരു സ്ഥലമുണ്ട്, അതിനാണ് ശരിക്കും ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്. ഇൻറ്റർസ്റ്റീഷ്യൽ എന്ന് വെച്ചാൽ ഇടയിൽ കിടക്കുന്ന സാധനം. അപ്പം ഇതിന് എന്തുകൊണ്ടാണ് വൈകണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രശ്നമാണ്. നമ്മൾ ആദ്യമൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള ചുമ, അതിങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചുമ പതുക്കെ കൂടി വരുന്നു. അതേപോലെ തന്നെ ചെറിയൊരു കിതപ്പ്, അതും ഇങ്ങനെ പതുക്കെ കൂടി വരുന്നു. ഇത് രണ്ടുമാണ് ലക്ഷണങ്ങൾ. ആദ്യം ചെറിയ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അലർജിയുടെ ചുമയാണോ, ചെറിയ ഇൻഫെക്ഷൻ വന്നാണോ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ കോഴ്സ് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കും, അലർജിയുടെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മാറാണ്ട് വരുമ്പോഴായിരിക്കും ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ചെറിയ പാടുകളൊക്കെ ചിലപ്പോൾ കാണുള്ളൂ. എക്സ്റേയിൽ ഇത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, ഈ ഇൻറ്റർസ്റ്റീഷ്യം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അത് ചിലപ്പോൾ ഒരു CT കൂടി എടുത്ത് നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഡയഗ്നോസിസിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ കുറേയൊക്കെ നമ്മൾക്ക് ചെറിയ ലക്ഷണം ആയതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ആ ഇൻവോൾവ്മെൻറ്റ് കൂടി വരുമ്പോഴേ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് എത്തുള്ളൂ. ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുള്ളൂ. എത്തിയാൽ തന്നെ നമുക്ക് എക്സ്റേയിൽ ഇത് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണില്ല. ഒരു CT കൂടി എടുത്ത് നോക്കിയാലേ നമുക്ക്
കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കും. വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ചെറിയ കിതപ്പ് അല്ലെങ്കിൽ ചെറിയ ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇത്രയും ഗുരുതരമായിട്ട് എത്താവുന്ന ഒരു രോഗത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു സമയം എടുക്കുന്നുണ്ട്. ആസ്മ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് കൺട്രോൾ ചെയ്യേണ്ട ഒരു രോഗമാണ്. ഇത് നമ്മുടെ പ്രഷർ വരാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അസുഖം വരുന്ന ടെൻഡൻസിയൊക്കെ പോലെ തന്നെ ഒരു ജനറ്റിക് കോമ്പണൻ്റ് ഉണ്ട്. ജനറ്റിക്കലി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉള്ള ഒരാൾ അതിന് പറ്റിയ ഒരു എൻവയൺമെൻറ്റിലും കൂടി എത്തുമ്പോഴാണ് ഈ ആസ്മ അങ്ങോട്ട് വരിക. കുറേ പേർക്ക് ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ലങ്ങിൻ്റെ ഇൻഫ്ലമേഷനൊക്കെ എന്താ പറയുക, ഒരു ഇൻഫ്ലമേറ്ററി സിറ്റുവേഷൻ എന്ന് പറയും, അങ്ങനെയൊക്കെ ഉള്ളത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പലർക്കും ശ്വാസമുട്ട് പോലെയുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. ആസ്മയാണ് അതിൻ്റെ അകത്ത് കാണുക. അപ്പം എന്താ പറയുക, അത് നമ്മൾ പറയുമ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ടാണ് ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ 3 മാസം എടുക്കേണ്ടി വരും, ചിലപ്പോൾ ലൈഫ് ലോങ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ അതിനിങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അതായത് ഈ അസുഖം കൂടുമ്പോൾ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. തൈറോയിഡിൻ്റെ അസുഖമൊക്കെ പോലെ തന്നെ തൈറോയിഡിന് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കും, നമ്മളത് ആക്സെപ്റ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്താ പറയുക, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ആസ്മ. അപ്പോൾ അത് വരാനുള്ളൊരു ടെൻഡൻസി ഉള്ളവർക്ക് എപ്പോഴും അസുഖം കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ളൊരു ഡോസ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതൊരു കൺട്രോളബിൾ ഡിസീസാണ്. നമ്മളെ അത് ബോദർ ചെയ്യാണ്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ ക്യൂറബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരാത്ത രീതിയിൽ നമുക്ക് ചിലപ്പോൾ അതിനെ കളയാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു ജനറ്റിക്കായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവണം ഇത് വരാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ സാധനം എൻവയൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഐതർ പൊല്യൂഷൻ കണ്ടമാനമുള്ള എൻവയൺമെൻ്റ് ആവാം, അല്ലെങ്കിൽ പോളനൊക്കെ കണ്ടമാനം എക്സ്പോഷർ വരുന്ന എൻവയൺമെൻറ്റിലാവാം. നമ്മളുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഹൗസ് ഹോൾഡ് അലർജൻസ് കണ്ടമാനം എക്സ്പോഷർ ഉണ്ടായാലൊക്കെ നമുക്കിത് വന്നുകൊണ്ടിരിക്കും. യൂഷ്വലി ഒരു പെർസിപ്പിറ്റേറ്റിംഗ് ഇവൻറ്റ് കൂടിയിട്ടുണ്ടാവും. പെർസിപ്പിറ്റേറ്റിംഗ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെയൊക്കെ കേസിൽ എല്ലാവർക്കും കോവിഡ് വന്നു. അപ്പോൾ അതൊരു വലിയ പെർസിപ്പിറ്റേറ്റിംഗ് ഇവൻ്റാണ്. കുറേ പേർക്ക് അതോട് കൂടിയിട്ട് ഈ ആസ്മയൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ടുള്ള കേസിൽ ഉണ്ടാവണമെന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ തന്നെ പിള്ളേർക്ക് ഭയങ്കര വീസിംഗ് ഒക്കെ വരാൻ തുടങ്ങുന്നത് യൂഷ്വലി ഈ ചെറിയ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. ആ വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിയുമ്പോഴായിരിക്കും സാധാരണ ഇതങ്ങോട്ട് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുക. പക്ഷെ അതൊരു പെർസിപ്പിറ്റേറ്റിംഗ് ഇവൻ്റാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കത് വരാനുള്ളൊരു ടെൻഡൻസിയും കൂടി ഉണ്ടാവണം. പിന്നെ അതിനെ ഡ്രൈവ് ചെയ്യണ സാധനമുണ്ട്. ഡ്രൈവ് ചെയ്യണ സാധനമാണ് ഈ അലർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മളുടെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം പോലെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമല്ല എൻവയൺമെൻറ്റിൽ. ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല അതിനെക്കൊണ്ട്. പക്ഷേ അലർജി ഉള്ളവർക്ക് സ്പെസിഫിക്കലി ഈ സാധനം കാരണം ബുദ്ധിമുട്ടുണ്ടാക്കണം. അപ്പോൾ ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ജീവികളാണത്. ശരിക്കും പറഞ്ഞാൽ പൊടി പോലത്തെ ജീവികളാണ്. നമ്മുടെ ബെഡിലൊക്കെ താമസിക്കും. അതിൻ്റെ ബോഡി പാർട്സൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാവും ചിലർക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ കോക്രോച്ചിൻ്റെ വിങ്സിൻ്റെ ഇതൊക്കെ എന്താ പറയുക, ചെറിയ പൊടികളിലൊക്കെ നമ്മുടെ കോക്രോച്ചിൻ്റെ അവശിഷ്ടങ്ങൾ, മൊസ്കിറ്റോൻ്റെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് പ്രസിപ്പിറ്റേറ്റ് ആവും. പിന്നെ പൂമ്പൊടികൾ, അതിപ്പോൾ സാധാരണക്കാർക്ക് ഒരു പ്രശ്നമില്ല പൂമ്പൊടി വരുന്നതുകൊണ്ട്. പക്ഷേ ഈ അലർജി വരാൻ ടെൻഡൻസി ഓൾറെഡി ഉള്ളവർക്ക് ഇങ്ങനത്തെ പ്രസിപ്പിറ്റേറ്റിംഗ് ഇവൻ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ പോളൻ്റെ എക്സ്പോഷർ വരുമ്പോൾ ഭയങ്കരമായിട്ട് ആസ്മ അങ്ങോട്ട് കൂടും. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ഒരു ജനറ്റിക് ആയിട്ടുള്ളൊരു ഒരു ടെൻഡൻസി, രണ്ടാമത് എന്തെങ്കിലും ഒരു പെർസിപ്പിറ്റേറ്റിംഗ് ഇവൻ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം, പ്ലസ് നമുക്ക് ഇങ്ങനെയുള്ള എൻവയൺമെൻറ്റൽ അലർജൻസും കൂടിയിട്ട് എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എല്ലാവരും പറയുന്ന ഒരു സാധനമായിരിക്കും നമുക്ക് പുക, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെൽസ്. ഇപ്പം കിച്ചണിൽ മുളക് താളിക്കുന്ന സ്മെല്ലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇറിറ്റൻസ് ആണ്. ഇറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. പുകയൊക്കെ വടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലും പ്രശ്നം ഉണ്ടാവും. പക്ഷേ അത് ഈ ആസ്മയ്ക്ക് ഉള്ളവർക്ക് കണ്ടമാനം പ്രശ്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എൻവയൺമെൻറ്റും ഇവരുടെ ബോഡിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ലോങ് ടേം സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയുക വേർതിരിവ് വെക്കണം. ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ്സ്, നമ്മൾ ശ്വാസകോശത്തിലേക്ക് ഇൻഹെയിലറായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ, വായിൽ വെച്ചിട്ട് അടിക്കുന്നത് അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുന്നത്, അത് ലോക്കൽ സ്റ്റിറോയിഡ്സ് ആണ്. ഈ ലോക്കൽ സ്റ്റിറോയിഡ്സിന് അത്ര കണ്ട് വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ വായിലേക്ക് അടിക്കുന്നതാണെങ്കിൽ നമുക്ക് നാക്കിൽ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാക്കിൽ പൂപ്പിലൊക്കെ കോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും വാഷ് ചെയ്ത് കളയാനായിട്ട് പേഷ്യൻസിനോട് പറയലുണ്ട്. പിന്നെ ഈ ഇൻഹെയിൽ സ്റ്റിറോയിഡ്സൊക്കെ തന്നെ ഭയങ്കര വലിയ ഡോസിലൊക്കെ പോയാലേ അതിനൊരു ബോഡിയിലേക്ക് ബ്ലഡിലേക്ക് കടന്നിട്ടുള്ളൊരു ടോക്സിസിറ്റി ഉണ്ടാവുള്ളൂ. അതേസമയം ഇഞ്ചെക്ഷൻസ് ആയിട്ടോ ടാബ്ലറ്റ്സ് ആയിട്ടൊക്കെ നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കേണ്ടി വരുമ്പോൾ അതിനെയാണ് സിസ്റ്റമിക് സ്റ്റിറോയിഡ്സ് എന്ന് വിളിക്കുക. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ റെയറായിട്ടേ വരുള്ളൂ. ഇപ്പോൾ ആസ്മ ഭയങ്കരമായിട്ട് കൂടിയിട്ട് വരുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ആസ്മയുടെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ലോങ് ടേം കൊടുത്താൽ, ഇപ്പോൾ ഒരു 4 ഷോട്ട് കൊടുത്തു, ഒന്നും ആവാൻ പോലില്ല. 4 ഷോട്ട് കൊടുത്തു, നമ്മളത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വീക്കിനുള്ളിൽ ആ മെഡിസിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് വാഷ് ഔട്ടായി. പക്ഷേ
കുറേ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിവൈസസ് ഒന്നും വെച്ച് കൺട്രോൾ ചെയ്യാണ്ട് എല്ലാ മാസവും ഒക്കെ എക്സാസർബേഷൻ ആയിട്ട് വരുമ്പോൾ കൂടുതൽ സ്റ്റിറോയിഡ്സ് ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന സൈഡ് എഫക്ട്സ് വരുന്നത്. സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് നമുക്ക് ആ ഷുഗർ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അതിന് നമ്മൾ മെഡിസിനൊക്കെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ ചില ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസസിൽ നമുക്ക് ലോങ് ടേം സ്റ്റിറോയിഡ്സ് കൊടുക്കേണ്ടി വരും, 2-3 മാസമൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കാൽഷ്യം ലോസ് ഉണ്ടാവും, ബോണിൽ നിന്നുള്ള കാൽഷ്യം ലോസ് ഒക്കെ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ കൊടുക്കണം. പിന്നെ വേറൊരു സാധനം, ലോങ് ടേം സ്റ്റിറോയിഡ്സ് പോകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ചൊന്ന് സപ്രസ്ഡ് ആയിരിക്കും, വേറെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോങ് ടേം സ്റ്റിറോയിഡ്സ് നമ്മൾ പ്ലാൻഡ് ആയിട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻസ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ മാസ്ക് ധരിക്കാൻ പറയും, സൂക്ഷിക്കാനായിട്ടൊക്കെ പറയും. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഷുഗർ ഉണ്ടെങ്കിൽ അത് കൂടാൻ സാധ്യതയുണ്ട്, കാൽഷ്യം ലോസ് ഉണ്ടാവാം. പിന്നെ വാട്ടർ റിട്ടൻഷൻ കുറച്ചുകൂടി ബിനൈൻ ആയിട്ടുള്ളൊരു സാധനമാണ്. വെയിറ്റ് കൂടും, അല്ലെങ്കിൽ ഇത് വരും, ആക്നി വരാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ കണ്ടമാനം സ്റ്റിറോയിഡ്സ് കൊടുത്തിട്ട് അത് വിത്ഡ്രോ ചെയ്യുമ്പോൾ ഹെയർ ഫോൾ അങ്ങനെയുള്ള കുറേ സൈഡ് എഫക്ട്സ് ഒക്കെ വേറെയും കാണാറുണ്ട്. ബോണിൻ്റെ സൈഡ് എഫക്ട്സ് കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ചെയ്യാൻ. ഓക്സിജൻ തെറപ്പി യൂഷ്വലി എല്ലാ അസുഖങ്ങളിലും നമ്മൾക്കൊരു 90% മുകളിൽ സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ ബ്ലഡിലുണ്ടെങ്കിൽ, നമ്മൾ പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് കോമൺ ആയിട്ട് നോക്കുന്ന സാധനം 90 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സേഫാണ്. 89% അതിൽ താഴെയാണോ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിജൻ സപ്ലിമെൻ്ററി കൊടുക്കണം. എന്തിനാണ് ഓക്സിജൻ സപ്ലിമെൻ്ററി കൊടുക്കുന്നത് വെച്ചാൽ ഓക്സിജനാണ് നമ്മുടെ ബോഡിയുടെ മുഴുവനും വർക്കിങ്ങിൻ്റെ ആധാരം. അപ്പോൾ ഓക്സിജൻ ആവശ്യത്തിന് ചെന്നില്ല എന്ന് വെച്ചാൽ ഹാർട്ട് ഡിസീസസ് വരാൻ സാധ്യത കൂടുതലാണ്. ഹാർട്ട് ഡിസീസ് കാരണം സ്ട്രോക്ക് മുതലായ പ്രോബ്ലംസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നത്. അപ്പോൾ 89% നമ്മൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് വയ്ക്കുക. അതിൽ താഴെയാണ് ഓക്സിജൻ്റെ ലെവലെങ്കിൽ നമ്മളത് കൊടുക്കും. ഇത് കൂടാണ്ട് തന്നെ ഈ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ആർട്ടറിയിൽ പ്രഷർ ഭയങ്കര കൂടുതലാണെങ്കിൽ പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഓക്സിജൻ തെറപ്പി കൊടുക്കാറുണ്ട്. അതിൻ്റെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ഓക്സിജൻ സിലിണ്ടേഴ്സ് ആയിട്ട് കൊടുക്കും, ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഓക്സിജൻ്റെ ഒരു കോഷൻ എന്ന് വെച്ചാൽ അത് ഭയങ്കര ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടൊരു ഗ്യാസാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ചൂട് കൂടുതലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെ കത്തിക്കുന്ന സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതും സിലിണ്ടറിന് പകരം കോൺസെൻട്രേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയിട്ട് സേഫറാണ്. ബിക്കോസ് അതിൻ്റെ അകത്തൊരു ഹൈ പ്രഷറിലൊന്നുമല്ല ഓക്സിജൻ സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി സേഫറായിട്ടുള്ളൊരു ഓപ്ഷൻ. കോൺസെൻട്രേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇലക്ട്രിസിറ്റിയിൽ കുത്തിയിട്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനാണ്. അത് കുറച്ചുകൂടി സേഫറാണ്. പൾമണറി റീഹാബിലിറ്റേഷൻ ശരിക്കും ഒരുപാട് കോൺവെർസേഷൻസ് വരേണ്ട ഒരു ഫീൽഡാണ്. എന്താ വെച്ചാൽ ഇപ്പം അതിലാകെയുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ പൾമണറി റീഹാബിലിറ്റേഷൻ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സമയമെടുക്കും. നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. സിവിയർ ആയിട്ടുള്ള COPD നമ്മൾ മരുന്നുകളെല്ലാം കൊടുത്തു, പിന്നെ ചിലപ്പോൾ ഓക്സിജൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇത്രയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരുന്നുകളെല്ലാം ടോപ്പ് ഔട്ട് ചെയ്തു, ഇനിയിപ്പോൾ മരുന്നിൽ കൂടിയിട്ട് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ മസിൽസൊക്കെ ട്രെയിൻ ചെയ്യുക. അപ്പം അതിനെയാണ് ഈ റീഹാബിലിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബോഡീനെ മൊത്തത്തിൽ ട്രെയിൻ ചെയ്ത് ആ ഒരു ശ്വാസം മുട്ടിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പ്രിപ്പറേഷൻ കൊടുക്കുക. പിന്നെ കൂടുതലായിട്ട് ഈ മസിൽസിൻ്റെ ഡിറ്റീരിയറേഷൻ ഒഴിവാക്കുക. അപ്പോൾ സാധാരണ COPD ഒരു എൻഡ് സ്റ്റേജൊക്കെ ആയി തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തും. അപ്പോൾ ബെഡ് റിഡൻ ആകുമ്പോൾ അവരുടെ മസിൽസ് കുറച്ചും കൂടിയിട്ട് വേസ്റ്റഡ് ആവും. അപ്പോൾ ഒട്ടും തന്നെ ഓക്സിജൻ എടുക്കാനോ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളാനോ ഒന്നും പറ്റാണ്ട് ആകെ ആവശ്യതയായിട്ട് ആകെ ക്ഷയിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ മസിൽസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണാം, ബുദ്ധിമുട്ടി ശ്വാസം എടുക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണും. ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ്, ആ ഒരു സിറ്റുവേഷൻ എത്തേണ്ട കാര്യം നമുക്ക് നേരത്തെ തുടങ്ങാവുന്നതാണ് റീഹാബിലിറ്റേഷനൊക്കെ. ആ ഒരു സിറ്റുവേഷനിൽ ലാസ്റ്റ് ഓപ്ഷനായിട്ട് പിന്നെ നമുക്ക് ഈ റീഹാബിലിറ്റേഷനാണ് ഉണ്ടാവുക. ഗ്രേഡഡ് ആയിട്ടുള്ള എക്സസൈസസ്, ചെറിയ ചെറിയ വെയ്റ്റ്സ് ഉപയോഗിച്ചിട്ട് മസിൽസിനെ ട്രെയിൻ ചെയ്ത് മസിലിന് കുറച്ചുകൂടി ബൾക്ക് വരുത്തുക, കുറച്ചുകൂടി സ്ട്രെങ്ത്ത് വരുത്തുക. അപ്പോൾ ആ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബോഡിക്ക് ഈ മരുന്നുകളുടെ ഒപ്പം തന്നെ ബോഡിക്കും കൂടിയിട്ട് കുറച്ചുകൂടിയിട്ട് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മസിൽ വേസ്റ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പല മരുന്നുകളേക്കാളും ഓക്സിജനേക്കാളും ഒക്കെ നമ്മളുടെ റീഅഡ്മിഷൻസ് പെട്ടെന്ന് അഡ്മിറ്റ് ആവുക, പെട്ടെന്ന് വേഴ്സൺ ചെയ്യുക, COPD ഈവൻ ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ കുറച്ചുകൂടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സാധനമാണ് റീഹാബിലിറ്റേഷൻ. ഇൻഹേലറിൻ്റെ ബെസ്റ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഉണ്ടാവുക, നമുക്ക് 2 ടൈപ്പ് ഇൻഹേലേഴ്സ് ഉണ്ട്. പണ്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുക അസ്താലിൻ ഇൻഹേലർ. അപ്പോൾ അസ്താലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോങ്കോ ഡയലേറ്ററാണ്. അപ്പോഴത്തെ ആശ്വാസത്തിന് വേണ്ടി റിലീവറാണത്. റിലീവർ എന്ന് വെച്ചാൽ അപ്പോൾ പ്രോബ്ലം ഉണ്ടായപ്പോൾ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്ന്. പക്ഷെ ആ മരുന്ന് നമ്മളുടെ അസുഖത്തിനെ ഭേദാക്കാനൊന്നും അതിന് ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് ഒരു സിംഗിൾ കോമ്പണൻറ്റ് 4 മണിക്കൂർ ആക്ട് ചെയ്യുള്ളൂ.
ആ അസുഖം ഭേദമാക്കാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റിറോയിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസും കൂടി ആ ഇൻഹേലറിൽ വേണം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അസ്തലിൻ പ്ലെയിൻ ആയിട്ട് കൊടുക്കുമ്പോൾ അസ്തലിൻ അടിക്കും, 3-4 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ബുദ്ധിമുട്ട് വരും, അപ്പോൾ പിന്നെയും 2 അടിക്കും. അങ്ങനെയാണ് ഈ മിസ്യൂസ് അല്ലെങ്കിൽ ഓവർ യൂസ് വരിക ഇൻഹേലറിൻ്റെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്മാർട്ട് തെറപ്പി എന്ന് പറയും. സ്മാർട്ട് തെറപ്പി എന്ന് വെച്ചാൽ ഒരു സിംഗിൾ മെയിൻ്റനൻസ് ആൻഡ് റിലീവർ. അസ്തലിൻ നമ്മൾ കൊടുക്കുന്നേ ഇല്ല, അതിന് പകരം ഈ സ്റ്റിറോയിഡും അസ്തലിൻ്റെയും കോമ്പിനേഷൻ, അസ്തലിൻ പോലെയുള്ള ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഒരു മെഡിസിൻ്റെ കോമ്പിനേഷനാണ് കൊടുക്കുക. അത് തന്നെ കാലത്ത് 2 പഫ്, വൈകിട്ട് 2 പഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് ഡോസായി. അതേ ഇൻഹേലർ തന്നെ നമുക്ക് എക്സ്ട്രാ ബുദ്ധിമുട്ടുള്ളപ്പോഴും എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 2 ഇൻഹേലർ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ കിട്ടുന്ന ആ സാധനം എടുത്ത് വേഗം അടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിസ്യൂസിൻ്റെ പ്രോബ്ലം ശരിക്കും കണ്ടമാനം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, അസുഖം ഒരിക്കലും കൺട്രോൾ ആവില്ല, അതിങ്ങനെ നീണ്ടു പോവും. പിന്നെ ഇൻഹേലർ യൂസ് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഇവരൊരിക്കലും തിരിച്ച് ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമോ അല്ലെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുകയോ ചെയ്യില്ല. അപ്പോൾ ഭയങ്കര സിവിയർ ഡിസീസൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഇയാളിലേക്ക് എത്തിപ്പെടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് തെറപ്പിയിലേക്ക് സ്വിച്ച് ചെയ്താൽ പിന്നെ ആ ഒരു സംഗതിക്ക് ഒരുപാട് കുറവുണ്ട് മിസ്യൂസ് ചെയ്യുന്നത്. സാങ്കേതിക പുരോഗതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഇപ്പോൾ വരുന്ന സാധനമാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് മെഡിസിൻസൊക്കെ അസുഖം ഇന്ന കാറ്റഗറിയിൽ പെടുന്ന അസുഖമാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുക എന്നുള്ളത്. ഇനി കുറച്ചും കൂടിയിട്ട് ഓരോ പേഷ്യൻറ്റിനെ എടുത്തിട്ട് ആ പേഷ്യൻറ്റിൻ്റെ എന്ത് രീതിയിലുള്ള അസുഖമാണെന്ന് കൂടിയിട്ട്, ആ അസുഖത്തിൽ തന്നെ പല സബ് ടൈപ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ജനറ്റിക് അനാലിസിസും കൂടിയിട്ട് ചെയ്ത് ഒരാളുടെ രീതി എങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിനാണ് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷൻസും മറ്റു സാധനങ്ങളൊക്കെ ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിനായിട്ട് വരാനുള്ളൊരു ഇത്. പിന്നെ പൾമണറി മെഡിസിനിൽ വേറെ ടെക്നിക്കലായിട്ടുള്ള പ്രോഗ്രസ് വരുന്നത്, മെയിനായിട്ട് വരുന്നത് ഇൻ്റർവെൻഷണൽ പൾമണോളജിയിലാണ് വലിയ പ്രോഗ്രസ്സുകളൊക്കെ നിറയെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഇപ്പോൾ പണ്ടൊക്കെ സർജറിയിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ സർജറി ഇല്ലാണ്ട് കൺസർവേറ്റീവ്ലി തന്നെ കുറേയൊക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. AI-യുടെ മെയിനായിട്ട് ഇപ്പോഴത്തെ ഉപയോഗം വരുന്നത് ട്രീറ്റ്മെൻറ്റ് മോണിറ്ററിങ്ങിലാണ്. ഇപ്പോൾ ആസ്മ, COPD ഇതേപോലെയുള്ള ക്രോണിക് ഇൽനെസ്സസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആപ്സ് വഴി അല്ലെങ്കിൽ AI-യുടെ ഒരു ഹെൽപ്പ് വഴി ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ട്രജക്ടറി എങ്ങനെയാണ് നിങ്ങളുടെ അസുഖം ബിഹേവ് ചെയ്യണേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ പ്രെഡിക്റ്റീവ് അനാലിസിസ് ഇവരുടെ ഭയങ്കര നല്ലതായിരിക്കും AI-ൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അപ്പോൾ ആ AI-ക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഇത് പ്രശ്നത്തിലേക്കാണ് പോണേ, നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ. അല്ലെങ്കിൽ ഇത്രയും വന്നിട്ടുള്ളൂ, ഓക്കെ ഇദ്ദേഹത്തിന് ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്, അപ്പോൾ നിങ്ങൾ റിലീവർ എടുക്കൂ, ഇത്രയും ചെയ്താൽ മതി. അങ്ങനെയുള്ള കേസസിലൊക്കെ AI ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റേഡിയോളജി, ഇപ്പോൾ ILD ഒക്കെ ഡയഗ്നോസ് ചെയ്യണതിൻ്റെ മെയിൻ ഒരു ബേസിസ് നേരത്തെ പറഞ്ഞു CT ആണ്. അപ്പോൾ ഈ CTയുടെ അനാലിസിസിലൊക്കെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസീസാണ്. അതിലൊരു 4 പേര് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. നാച്ചുറലി വരുന്നതാണത്, അതിന് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതിൽ കൂടിയിട്ടൊക്കെ ഒരു AI-യുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ ആ പാറ്റേൺ അനാലിസിസ് നല്ലതായിട്ടുണ്ട്. അവരെന്നിട്ട് ആ പാറ്റേൺസ് അനലൈസ് ചെയ്ത് അതിൽ കുറച്ചും കൂടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഡിക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് തരാനൊക്കെ AI-ക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ വേറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. വേറെ ഉള്ളതാണ് ബയോളജിക്കൽസ് അല്ലെങ്കിൽ ടാർഗറ്റഡ് ഇമ്മ്യൂണോ തെറാപ്പീസ് എന്നൊക്കെ പറഞ്ഞത്. അതിപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റേജിലായാലും അതേപോലെ നമ്മളുടെ ആസ്മയിലും ക്രോണിക് കോഫുകൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ബയോളജിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. മരുന്നിൽ നിൽക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഏത് കെമിക്കലാണോ പ്രോബ്ലം കോസ് ചെയ്യണത് ആ കെമിക്കലിനെ പോയി അറ്റാക്ക് ചെയ്യുന്ന ടാർഗറ്റഡ് ആയിട്ടുള്ള ബയോളജിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ പല പ്രൊഫൈലിലുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഴ്സണലൈസേഷൻ, പണ്ട് നമുക്ക് ഒരൊറ്റ ബയോളജിക്കലേ ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള മൾട്ടിപ്പിൾ ബയോളജിക്കൽസ് ഒക്കെ അവൈലബിൾ ആണ്. കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട റിസർച്ചുകൾ നടക്കുന്നുണ്ട്.